മെനു പറ, എന്തൊക്കെ വേണം? പൈസ ഉണ്ടെങ്കിൽ പൈസ ഉണ്ടോ? ഉറപ്പായിട്ടും ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഇല്ല എന്ന് മക്കൾ അറിഞ്ഞിരിക്കണമല്ലോ. ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ആണ്. ആദ്യം പോയത് ഇവളാണ് നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ. ഇത് ജോഷ്മ ക്രിയേറ്റീവിലെ ഡിസൈനറാണ്. ഞാൻ വർഷങ്ങളായിട്ട് പുള്ളിക്കാരി തച്ചു തന്ന വസ്ത്രങ്ങളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു പേഴ്സണാലിറ്റീനെ എൻഹാൻസ് ചെയ്യുന്നത് ഇവരുടെ ഒരു കയ്യൊപ്പില്ലാതെ പറ്റില്ല. എനിക്ക് വേറെ ഒരിടത്തും ഞാൻ പോയി കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ തിരിച്ചു വരും. ഒരു 5-6 വർഷമായിട്ട് ഞാൻ ഇവിടുത്തെ ഒരു അഡിക്റ്റീവ് പേഴ്സൺ ആണ്. നല്ല സ്റ്റിച്ചിങ് ആണ്, ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ്, റെഡിമെയ്ഡ്സ് ആയാലും നല്ലതാണ്. അതെല്ലാം കഴിഞ്ഞ് നേരെ പോയത് ഫുഡാണ്. ഈ ഫുഡിൻ്റെ ഐറ്റംസ് പറഞ്ഞിട്ടാണ് മമ്മിയുടെ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരാൾ കുറവുണ്ട്. ഞങ്ങൾ 4 പേരിൽ ഒരാൾ പുറത്താണ്, ഇച്ചായൻ നാട്ടിലില്ല. അപ്പം ഇച്ചായനും ഒരു ഫുഡിയാണ്. പക്ഷേ എല്ലാം ലിമിറ്റഡ് ആണ്. ഇങ്ങനെ ഓവറായിട്ടൊന്നും പറ്റില്ല. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഫുഡ് കുറച്ച് വീക്ക്നെസ് തന്നെയാണ്. പലർക്കും പല ടേസ്റ്റാണ്, പല ഇഷ്ടങ്ങളാണ്. വരും വീഡിയോകളിൽ അദ്ദേഹം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കറിയത്തില്ല പുള്ളിക്കാരൻ സ്ക്രീനിൻ്റെ മുമ്പിൽ വരുമോ ഇല്ലയോ എന്നുള്ളത്. കാണാം, നോക്കാം. ബൈ.